എൻ്റെ സുഹൃത്ത് ഇന്നൊരു സിനിമക്ക് പോയി. ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. ഇതാണ് ഈ ടാക്കീസ്. ഈ ടാക്കീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടാക്കീസ് ഉണ്ട്. 2 ടാക്കീസിൽ ഒന്നിൽ 9:30ക്കും ഒന്നിൽ 10 മണിക്കുമാണ് സിനിമ തുടങ്ങുക. 9:30ക്ക് സിനിമ തുടങ്ങുന്ന ടാക്കീസിലാണ് എൻ്റെ സുഹൃത്ത് പോയത്. ഇതാണ് ടാക്കീസിൻ്റെ അവസ്ഥ. ആരും തന്നെ കാണുന്നില്ല. ഏതാണ് സിനിമ എന്നല്ലേ ഞാൻ കാണിച്ചു തരാം. പുള്ളി എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണിത്. അത് നിങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇതാണ് മലയാളത്തിൻ്റെ ഏറ്റവും ഹൈപ്പോടുകൂടി ഇറങ്ങിയ ഒരു പടം. മനസ്സിലായി കാണുമല്ലോ. ആ ഒരു പടത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. 2 സമയത്ത് ഉണ്ട്. ഇവിടെ ചുറ്റും കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കത്തെ ഷോന് വന്നവരും 9:30ക്കത്തെ ഷോന് വന്നവരുമാണ് ഇവിടെ നിങ്ങളീ കാണുന്നത്. സമയം ഏകദേശം 9:30 ആവാനായിട്ടും ആരും വരുന്നില്ല എന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. എല്ലാം കൂടി എന്ത് ചെയ്തു? ഇതാ നിങ്ങൾ പുറത്ത് കാണുന്നുണ്ട്. ആകെ 4-5 ബൈക്കുകൾ മാത്രമാണ് ഉള്ളത്. കാറോ വണ്ടിയോ ഒന്നുമില്ല. പുറത്തേക്കൂടെ എൻ്റെ കൂട്ടുകാരൻ ചുറ്റും നടന്നു നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പുറത്തെങ്ങാരുണ്ടെങ്കിൽ വിളിച്ച് കയറ്റാനാണെന്ന് തോന്നുന്നു. പക്ഷെ ആരെയും കാണാത്തത് കൊണ്ട് പുള്ളിക്കാരൻ തിരിച്ച് നേരെ ടാക്കീസിലേക്ക് തന്നെ നടന്നു. ഇനി സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആ ടാക്കീസിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 150 രൂപക്കും ബിരിയാണി കിട്ടും, 80 രൂപക്കും ബിരിയാണി കിട്ടും. പക്ഷേ ബിരിയാണിയുടെ ചേരുവകൾ കൃത്യമായി ചേർത്തിട്ടില്ലെങ്കിൽ അത് ബിരിയാണി ആവില്ല മോനെ. അതുകൊണ്ട് അങ്ങനെയുള്ള ബിരിയാണി കഴിക്കാൻ പോയാൽ കീശയിലെ കാശ് നഷ്ടം എന്നല്ലാതെ പിന്നെ വയറും ചീത്തയാവും എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിൻ്റെ ഭയങ്കരമായ സിനിമയുടെ അവസ്ഥ.